എപ്പിസോഡ് നമ്പർ 2. വേരിറ്റി എന്ന ഫേമസ് റൈറ്ററിന് സംഭവിച്ച ആക്സിഡൻറ്റിന് ശേഷം അവളുടെ വീട്ടിൽ അവരുടെ ബുക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി എത്തുന്ന ലോയൻ എന്ന നമ്മുടെ നായികയുടെ കഥയാണ് വേരിറ്റി എന്ന സ്റ്റോറി. പറഞ്ഞു കൊളവാക്കണില്ല. ഇത്ര നല്ല ബുക്കാണ്, കുറേ ട്വിസ്റ്റ് ഉണ്ട്, ചാൻസ് ഉണ്ട്. യു വിൽ ഡെഫിനറ്റ്ലി എൻജോയ് ദ സ്റ്റോറി. സോ നമുക്ക് കഥയിലോട്ട് പോലെ. കഥ തുടങ്ങുന്നത് നമ്മുടെ നായിക എങ്ങോട്ടോ തിരക്കിട്ട് പോകുന്നത് കാണിച്ചുകൊണ്ടാണ്. അവളിങ്ങനെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ ദൂരെ നിന്ന് വരുന്ന ട്രക്ക് ഇവള് കാണും. പക്ഷേ ഫ്രണ്ട് ഇരിക്കുന്ന ആളെ ബാക്കിലോട്ട് പിടിക്കാൻ ശ്രമിക്കുമെങ്കിലും ആൾ വണ്ടിയുടെ അടി പെട്ടു. ഇവിടെ എത്ത് മൊത്തം ചോരയായി ആകെ ഇതാവും. അപ്പോഴത്തേനും അവിടെ എല്ലാവരും എന്താ എമർജൻസിയിലൊക്കെ ആൾക്കാരൊക്കെ വിളിച്ച് അങ്ങനെ പ്രശ്നമാക്കി. ഇവളെന്താ കുറച്ചും പുറകിലോട്ട് മാറിക്കും. ഇവർക്ക് ആ താഴോട്ട് നോക്കാൻ പോലുള്ള ധൈര്യം കാണില്ല. അവളെ ഷർട്ടിൽ തെറിച്ച് ചോര കൊണ്ട് തന്നെ അവൾക്കറിയാം ആൾ പോയി എന്നുള്ളത്. അങ്ങനെ പറഞ്ഞാൽ അവളുടെ കുറച്ച് ദൂരോട്ട് മാറി ഇങ്ങനെ നിൽക്കുമായിരിക്കും. അപ്പോൾ ഒരാളിങ്ങനെ വന്നിട്ട് ചോദിക്കും, നീ ഓക്കെ ആണോ എന്ന് പറഞ്ഞാൽ അവളെ കയ്യിൽ ഇങ്ങനെ തൊട്ടുണ്ടായിരിക്കും ചോദിക്കുന്നത്. ഇങ്ങനെ തലപൊക്കി നോക്കുമ്പോൾ ഒരു 30-35 വയസ്സുള്ള ഒരു ആഞ്ചിറക്കൻ. അന്നേരം ഇവളിങ്ങനെ പറയും, ഇല്ല ഇതെൻ്റെ ചോരയല്ല, ഞാൻ ആളെ മുമ്പിൽ നിന്നായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഫ്ലാഷ് ലൈറ്റ് പോലെ ഇങ്ങനെ വരത്തില്ലേ മെമ്മറി. അപ്പോൾ പെട്ടെന്ന് അവളിങ്ങനെ കൈ കൊണ്ട് കുത്തും. അപ്പോൾ വായിക്കകത്ത് എന്തോ സ്റ്റിക്കി ആയിട്ട് ഇങ്ങനെയുള്ള തൊടുന്നോലൊക്കെ തോന്നും. അപ്പോൾ അവളിങ്ങനെ ചോദിക്കും, എൻ്റെ മുഖത്ത് ചോര ഉണ്ടോ എന്ന് പറഞ്ഞാൽ ചോദിക്കും. അവനൊന്നും പറയത്തില്ല. അവനിങ്ങനെ താഴോട്ട് നോക്കിയിട്ട് പറയും, അവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറയും. എന്നിട്ട് അവരങ്ങനെ ഒരുമിച്ച് അങ്ങോട്ട് പോകും. ആശ്രമിൽ ചെന്നിട്ട് ഇവളെന്താ കണ്ണാടി നോക്കുമ്പോൾ ഈ ഷർട്ട് ഫുള്ള് പോയി. അന്നേരം അവളെന്താ അത് അഴിക്കും. അപ്പോൾ ഇവൻ ചെന്നിട്ട് ഇവൻ്റെ ഷർട്ട് ഊരി കൊടുക്കും. ആ ഷർട്ടിൻ്റെ അടിയിൽ ഒരു അണ്ടർ ഷർട്ട് കാണും. എന്നിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ ചോദിക്കും, നിൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് എനിക്കൊന്നും അറിയാൻ പറ്റുന്നില്ല, നീ ഷോക്കിലാണോ അതോ കാമായിട്ട് നിൽക്കുവാന്നോ എന്ന് പറഞ്ഞാൽ ചോദിക്കും. അപ്പോൾ അവൾ പറയാം, ഞാൻ ഷോക്കിലല്ല, എന്നാൽ അത്ര കാമുമല്ല. അവൾ എന്നിട്ട് അവൻ്റെ അടുത്ത് ചോദിക്കും, നീ ഓക്കെ ആണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഇല്ല ഞാൻ ഇതിലും വേഴ്സ് ആയിട്ടുള്ളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ എനിക്ക് അത്ര ഇതില്ല. എൻ്റെ കുഞ്ഞിൻ്റെ ചലനമില്ലാത്ത ശരീരം ഈ കൈ കൊണ്ടാണ് ഞാൻ 5 മാസം മുമ്പ് എടുത്തത്, അതിനും വലുതായിട്ട് എനിക്കൊന്നും വരാനില്ല എന്ന് ഇങ്ങനെ പറയും. എന്നിട്ട് നിനക്കൊന്നും നമ്മുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഇവൾ പറയും, ഒരാഴ്ച മുമ്പ് എൻ്റെ അമ്മ മരിച്ച, അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു. 1 വർഷത്തോളം ഞാൻ അമ്മയെ നോക്കിയാൽ എൻ്റെ ഫ്ലാറ്റിൽ മാത്രമായിട്ടാണ് നിന്ന്. ആൻഡ് അത്ര നാൾക്ക് ശേഷം ഞാൻ ഇന്നാ പുറത്തിറങ്ങുന്നത്. എന്നിട്ട് അവർ പരിചയപ്പെടും. എൻ്റെ പേര് ജെറമി എന്നാണ് അവൻ പറയും. ഇവളെ പേര് ലോവൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടും. എന്നിട്ട് എന്താ ഇവൻ ഇങ്ങനെ വാതിൽ തുറന്നു കൊടുക്കുക. അപ്പോൾ ഇവളിങ്ങനെ കുറച്ച് കൂടി ഇങ്ങനെ സംസാരിക്കണമെന്നോ പിന്നെ കാണണമെന്നോ കോഫി ഷോപ്പിൽ കാണണമെന്നൊക്കെ ഇങ്ങനെ നമ്മൾ മനസ്സിൽ കാണും. എന്ന് വെച്ചാൽ ഷർട്ട് തിരിച്ചു കൊടുക്കണമല്ലോ. പക്ഷേ പെട്ടെന്ന് അവൻ്റെ കയ്യിൽ കല്യാണമോദം കാണുമ്പോൾ ഇവളെല്ലാം അങ്ങ് വീഴും. എന്നിട്ട് എന്താ ഇവൾ ഓപ്പോസിറ്റ് റോഡിൽ വന്ന് നിൽക്കും. അങ്ങനത്തേന് എന്താ ഇവൾ ശരിക്കും ഇറങ്ങിയ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയാണ്, ഒരു ബുക്ക് എഴുതുന്ന ആളാണ് ഇവൾ. അപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പിന് ഒരു ഇൻ്റർവ്യൂ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞാൽ ഇവളെ എക്സ് ബോയ് ഫ്രണ്ട് തന്നെ ഇവളെ ഏജൻറ്റ്. അപ്പോൾ ആൾ പറഞ്ഞിട്ടാണ് ഇവളിങ്ങനെ ഇറങ്ങുന്നത്. അപ്പോൾ അവളുടെ ഓപ്പോസിറ്റ് റോഡിൽ നിൽക്കുമ്പോൾ എന്താ ജെറമി ഇങ്ങനെ ആ കോഫി ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് വേഗത്തിൽ ഇങ്ങോട്ട് പോകുന്ന മനസ്സ് അവിടെ ഒന്നും അല്ലാന്നും ലൈക്ക് ആൾ വൈഫിൻ്റെ അടുത്തോട്ടായിരിക്കും പോകുന്നത്. വൈഫ് ഷർട്ട് എവിടെയെന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ആൻസറൊക്കെ മനസ്സിൽ വിചാരിച്ചായിരിക്കും പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവളിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അവൾക്ക് പോകേണ്ട ഇൻ്റർവ്യൂവിൻ്റെ സ്ഥലത്തോട് അവളിങ്ങനെ നടക്കും. ഇവിടെ ചില ഇവളെ കാത്ത് എക്സ് ബോയ് ഫ്രണ്ട് ജോൺ നിൽപ്പുണ്ടായിരിക്കും. ജോൺ കണ്ടപ്പോൾ ഇവൾ യു ലുക്ക് ടെറിബിൾ എന്ന് പറയും. പക്ഷേ ഒരിക്കലും അവനെങ്ങനെ കാണാറില്ലെന്ന് നമുക്കറിയാം. ആൻഡ് ഇവളെ നോക്കിയിട്ട് യു ലുക്ക് റിഫ്രഷിംഗ് നമ്മൾ പറയും. പക്ഷേ അവളിങ്ങനെ വിചാരിക്കുക ഞാൻ ഒരിക്കലും റിഫ്രഷിംഗ് ആവാറില്ല, ഞാൻ എപ്പോഴും ടയർഡ് ആയിരിക്കും. പക്ഷേ എപ്പോഴും അങ്ങനെ പറഞ്ഞാൽ ഇവളെ ഗ്രീറ്റ് ചെയ്യാൻ എന്നിട്ട് പതിപോലെ ലേറ്റ് ആണല്ലോ എന്ന് അവനിങ്ങനെ പറയും. പക്ഷേ പേടിക്കേണ്ട, 9:30 മീറ്റിംഗ്, ഞാൻ നേരത്തെ വരാൻ വേണ്ടി 9 മണി എന്ന് പറഞ്ഞാൽ ഇവളിങ്ങനെ പറയും. എന്തായാലും ഇവളൊരു നോട്ടം നോക്കും എന്ന് വെച്ചാൽ എന്താ അവൾ കറക്റ്റ് ടൈം പറഞ്ഞാൽ ഇവർക്ക് ഇത് വല്ല കാണേണ്ട ഗതി വരുമായിരുന്നു ഇല്ലല്ലോ. പക്ഷേ അവളൊന്നും പറയത്തില്ല. അപ്പോഴത്തേക്ക് ബോർഡ് മെമ്പേഴ്സ് കയറി വരും. 2-3 ബോർഡ് മെമ്പേഴ്സ് അവസാനം ജെറമിയും കാണും എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ. എന്നിട്ട് എന്താ വന്നിട്ട് പറയുന്നത്, ജെറമിയുടെ വൈഫാണ് വേരിറ്റി എന്ന് പറയുന്ന ഫേമസ് റൈറ്റർ. അപ്പോൾ പുള്ളിക്കാരി എഴുതിയ നോവൽ ഒരു പാതി വരെ ആക്കി വെച്ചൊരു നോവലാണ്. എന്നിട്ട് പുള്ളിക്കാർക്ക് ആ ഒരു സമയത്താണ് ആക്സിഡൻറ്റ് പറ്റി കോമയിലാവുന്നത്. അപ്പം ബാക്കി എഴുതണം എന്നൊരു ആവശ്യമായിട്ടാണ് അവർ വരുന്നത്. അതിനുവേണ്ടി ഇവർക്ക് വേണമെങ്കിൽ ഇവരുടെ വീട്ടിൽ സ്റ്റേ ചെയ്യാം. ഇവൾ ആ സമയത്ത് എടുത്ത ഐഡിയാസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എഴുതി വെക്കുന്ന കൂട്ടത്തിലാണ് ഈ വേരിറ്റി എന്ന് പറഞ്ഞ റൈറ്റർ. അപ്പോൾ ഇവർക്ക് വേണമെങ്കിൽ അതൊക്കെ റെഫർ ചെയ്യാം, അവളെ ഓഫീസും യൂസ് ആക്കാനുള്ള രീതിയിലാണ് ഇവരിങ്ങനെ മുന്നോട്ട് വെക്കുന്നത്. എന്നിട്ട് അവർ ഇവൾ പറയും, എനിക്കങ്ങനെ വന്ന് നിൽക്കാൻ പറ്റുന്ന അവസ്ഥയൊന്നുമല്ല എന്ന് പറഞ്ഞാൽ റിജക്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ ആ ജെറമി ഇങ്ങനെ പറയും, എൻ്റെ വൈഫിന് പേഴ്സണലി നിൻ്റെ റൈറ്റിംഗ്സ് ഭയങ്കര ഇഷ്ടമാണെന്ന് അവൾ ഈ ആക്സിഡൻറ്റ് മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് എത്ര പൈസ വേണമെങ്കിലും തരാമെന്ന് പറയും. പക്ഷേ അവർക്ക് പൈസയുടെ നല്ല ആവശ്യമാണ്. എന്നാലും അവൾ റിജക്ട് ചെയ്ത് വരും. എന്നിട്ട് ഇവരിങ്ങനെ ഓരോരുത്തരായിട്ട് ഇറങ്ങി പോകുന്നത്. ഇങ്ങനെ എക്സ് ബോയ് ഫ്രണ്ട് പറയും, കാര്യം പറഞ്ഞാൽ നന്നായി, നിങ്ങൾക്ക് അവളെ വീട്ടിൽ പോയി ഒറ്റയ്ക്ക് അത്ര നല്ലൊരു ഓപ്ഷൻ ആണെന്ന് എനിക്ക് തോന്നില്ല എന്ന് ഇങ്ങനെ പറയും. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജെറമി തിരിച്ചു കയറി വരും. എന്നിട്ട് ഇവിടെ ഇങ്ങനെ പറയും, ഞാൻ നിനക്ക് എന്തായാലും നാളെ കാറായിരിക്കും, നിനക്ക് പറ്റുമെങ്കിൽ കയറി വരണം എന്നിങ്ങനെ പറഞ്ഞു. ഒരു കമാൻഡ് പോലെ പറയുന്നത്. എന്നിട്ട് ഇവൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഒന്നും പറയത്തില്ല, ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോരും. തിരിച്ച് റൂമിലോട്ട് ജോണും ഇവളോട് ഒരുമിച്ചായിരിക്കും വരുന്നത്. ജോണും ലോവനോട് റിലേഷനായി വന്നാൽ ഇവളെ റൈറ്റിംഗ് സ്റ്റൈൽ കണ്ടിട്ട് അവൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഇവർ റിലേഷൻ ആയത്. പക്ഷേ റിലേഷൻ ആയതിനു ശേഷം എന്താ അവൻ മനസ്സിൽ വെച്ചൊരു ക്യാരക്ടർ ആയിരുന്നില്ല ഇവൾ. അങ്ങനെ തമ്മിലുള്ള ഒരു വൈരുദ്ധ്യം കൊണ്ടായി ഇവർ തമ്മിൽ എന്തോ ശരിയാവാഞ്ഞത്. ആ ഒരു സമയത്താണ് ഇവൾ അമ്മയ്ക്ക് അസുഖം വരുന്നത്. അതിൽ ഇവളും കുറേ ഡിസ്റ്റൻസ് ഇടും. അവൻ പിന്നെ മൈൻഡ് ആക്കൂല. അങ്ങനെയൊക്കെ അവർ തമ്മിൽ ഡിസ്റ്റൻസ് വന്നത്. ഇത്ര നാൾക്ക് ശേഷം ഇന്നായിരിക്കും അവർ ഒരുമിച്ച് ആ റൂമിലോട്ട് ഒരുമിച്ച് വരുന്നത്. ഇവൻ പതുക്കെ നൈസിട്ട് അയ്യൊക്കെ കഴിച്ചിങ്ങനെ ഷർട്ടൊക്കെ കഴിച്ച് വരുമ്പോഴത്തേന് ഇവളിങ്ങനെ ചോദിക്കും, അലീഷയ്ക്ക് എങ്ങനെ സുഖമാണോ എന്ന് ഞാൻ ചോദിക്കും. അപ്പോൾ ഭയങ്കര സ്റ്റക്കായി പോകും. കാരണം എന്താ വെച്ചാൽ ഈ ഇടയ്ക്കുള്ള ടേബിൾ അവൻ ചെറുതായിട്ടൊരു സെറ്റപ്പ് എൻ്റെ ഇടയ്ക്ക് ഒപ്പിച്ച് ഇതൊക്കെ അത് അറിയാവുന്ന മുഴുവൻ മനസ്സിലായിട്ട് അവൻ കൈ ഷർട്ടൊക്കെ പഴയതുപോലെ നേരിയാക്കും. എന്നിട്ട് നേരെ ഫ്രണ്ട്ലി ടോക്ക് സംസാരിക്കും, ഇവൻ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ പറഞ്ഞാൽ അവൻ പറഞ്ഞു വിടും. അങ്ങനെ ആ സീൻ കട്ട് ചെയ്ത് രാവിലെ ആകുമ്പോഴത്തേന് കാർ വരും. ഇപ്പോൾ ഇവൾ ഒരൊറ്റ വണ്ടി കയറി പോരും. അവളെ കയ്യിൽ റെഫറൻസിനായിട്ട് നേരത്തെ എഴുതി അവൻ വേരിറ്റി എഴുതിയ ബുക്ക് സീരീസ് ഉണ്ടല്ലോ അത് കൊടുത്താണ്. ഇവളൊരു പാർട്ട് വായിക്കാൻ വേണ്ടി ഇരിക്കുമെങ്കിൽ അത് എപ്പോഴും വായിച്ച് തീരുന്നതിന് ശരിക്കും അറിയത്തില്ല. അത് വായിച്ച് തീരുമ്പോഴായിരിക്കും ഇവൾ ശരിക്കും ആ വീടിന് മുമ്പിൽ എത്തുന്ന ഒരു വലിയ വീടായിരിക്കും. ശരിക്കും ഒരു വില്ലൻ്റെ പെർസ്പെക്റ്റീവിൽ എഴുതുന്ന ടൈപ്പ് ഓഫ് റൈറ്റിംഗ്സ് ആയിരിക്കും അവിടെ. ഇവർക്ക് ശരിക്കും ടെൻഷൻ ആവും. എന്താ ഇത്ര നന്നായിട്ട് എഴുതുന്ന ഒരാളെ എക്സ്പെക്ടേഷൻ റീഡേഴ്സിൻ്റെ എക്സ്പെക്ടേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു എക്സ്പെക്ടേഷൻ അനുസരിച്ച് ഇവർക്ക് എഴുതാൻ പറ്റും നല്ല ടെൻഷൻ തോന്നും. എന്നിട്ട് അവൾ വീടിന് മുമ്പ് എത്തുമ്പോൾ കാറിൽ ഇറങ്ങും. അപ്പോൾ ആദ്യം കാണുന്നത് അവിടെ ഒരു ചർക്കൻ ഇപ്പോൾ കുഞ്ഞു ചർക്കൻ. ഇവൻ്റെ പേര് ക്രൂന. ഇവരുടെ മൊത്തത്തിലുള്ള ഫാമിലിയുടെ പേര് ക്രോഫാർഡ് ഫാമിലിയാണ്. ക്രോഫാർഡ്, ജെറമി ക്രോഫാർഡ്, വേരിറ്റി ക്രോഫാർഡ്, അങ്ങനെ ക്രോഫാർഡ് ഫാമിലിനായിരിക്കും മൊത്തത്തിൽ പറയുന്നത്. ഈ ചെക്കൻ കുറച്ച് ഷൈ ആയിട്ടുള്ള ചെക്കനായിരിക്കും. ഇവളെ കണ്ട ഉടനെ ഞാൻ നോക്കിയിട്ട് അവനെ തിരിച്ചു വരുമ്പോൾ കഥ പെൻഷൻ കിടക്കും. ഇവളിങ്ങനെ ആലോചിക്കും എന്ത് ചെറുക്കൻ ഇതെന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് ഇവർക്ക് ജെറമി വരുന്നതിൻ്റെ ഫുഡ് സ്റ്റെപ്പ് കേൾക്കാം. എന്നിട്ട് വാതിലിന് മുമ്പിൽ എത്തുമ്പോഴത്തേക്കും ഒന്ന് സ്റ്റക്കായിട്ടാണ് വാതിൽ തുറക്കുന്നത്. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു ആശ്വാസം തോന്നും, ഞാൻ മാത്രമല്ല ആൻഷ്യസ്, ഇവിടെ ജെറമി ആൻഷ്യസ് ആണല്ലോ എന്നുള്ള രീതിയിൽ അവളിങ്ങനെ ആലോചിക്കും. എന്നിട്ട് അവൻ ഇങ്ങനെ കൊണ്ടുപോയി വീടെല്ലാം കാണിച്ചു കൊടുക്കും. ഇവിടെ മനസ്സിൽ കാണും ഇവർക്ക് വേരിറ്റിയിട്ട് സംസാരിക്കാൻ പറ്റുവാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാവത്തില്ല. അപ്പോൾ പുള്ളിക്കാരുടെ സ്റ്റേജ് എങ്ങനെ കുറച്ചുകൂടി ബെറ്റർ ആണോ, സംസാരിക്കാൻ പറ്റുന്ന രീതിയാണോ എന്നൊക്കെ ആലോചിക്കുന്നത്. ജെറമി ലോവനെ വേരിറ്റിയുടെ റൂമിലോട്ട് കൊണ്ടുവന്നിട്ട് പറഞ്ഞു കൊടുക്കുക അവർക്ക്
ആക്സിഡന്റ് പറ്റിയതിന് ശേഷമാണ് വെരിറ്റി ഇങ്ങനെ ബെഡ് റിട്ടൺ ആയത്. അവർക്ക് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു മെയ്ഡിനെ അവിടെ നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ എന്താ അവരുടെ ഓഫീസ് റൂമിലോട്ട് കൊണ്ടുവന്നു. ഇവിടെ നോക്കും ലോ നോക്കും അത്യാവശ്യം ഇവർക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു അധികമായിട്ടുള്ള ഒരു കംഫർട്ടബിൾ വർക്കിംഗ് സ്പേസ് ആ വെരിറ്റിയുടെ. ഒരു ലോങ് ടേബിൾ, കുറേ ബുക്കുകൾ അടുക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ തന്നെ ജർമ്മനിലൊക്കെ ഇങ്ങനെ റിലീസായ ബുക്കുകൾ എഡിഷൻസ് ആയിരിക്കും അവിടെ ഇങ്ങനെ ബുക്കിൻ്റെ ഷെൽഫിൽ വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ചെയ്തേക്കുന്ന ബുക്കിൻ്റെ എല്ലാം റെഫറൻസുകൾ, അവർക്ക് കിട്ടിയ ഐഡിയാസ്, ഈവൻ ഒരു സ്റ്റിക്കി നോട്ട്സ് എഴുതിയത് വരെ ഇവിടെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഫുള്ള് സോർട്ട് ഔട്ടായി വൃത്തിയായി ക്ലീനായി അങ്ങനെയല്ല, ഇങ്ങനെ പലയിടത്തായിട്ടാണ് കിടക്കുന്നത്. പക്ഷേ സംഭവം എല്ലാം അവിടെ ഉണ്ട്. എന്നിട്ട് ഇവിടെ അടുത്ത് തന്നെ ലോവൻ്റെ അടുത്ത് തന്നെ ജെറമി പറയുന്നത് നീ ഒന്ന് അതൊന്ന് സോട്ട് ചെയ്യും, നീ തന്നെ സോട്ട് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് കരുതി ഞാൻ അങ്ങനെ തന്നെ ഇട്ടത്, നീ തന്നെ നോക്കുന്നുള്ള രീതിയിലായിരിക്കും അവളെ പറഞ്ഞിട്ട് പോകുന്നത്. അപ്പോൾ അവളോട് ഇരിക്കുമ്പോൾ അവൾ കാറിൽ വായിച്ചതിൻ്റെ സെക്കൻഡ് പാർട്ട് ബുക്ക് ഉണ്ടല്ലോ, അത് വായിക്കാന്നുള്ള രീതി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കാം, ഒരു ചാപ്റ്ററിൽ വായിച്ച് തീർക്കാനുള്ള രീതിയിലായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ വായിച്ച് തീരുന്ന അവൾ അറിയത്തില്ല. അത് കഴിഞ്ഞ് എണീക്കുമ്പോൾ ലൈക്ക് ഇവൾ ആലോചിക്കുകയാണ്, ഒരു വില്ലൻ്റെ പെർസ്പെക്റ്റീവിലാണ് ഈ പുള്ളിക്കാരി ഫുള്ള് ബുക്കുകൾ റൈറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ജെറമിയുടെ ഇങ്ങനെ വീട് ചുറ്റിക്കാണിക്കുന്ന ഇടയ്ക്ക് ഇങ്ങനെ ചോദിച്ചായിരുന്നു, നീ ആ ബുക്ക് വായിച്ചിട്ടുണ്ടോ, ആ സീരീസ് വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ പറയണമെന്ന് പറഞ്ഞാൽ എനിക്ക് അവൾ ആ ടൈപ്പ് ഓഫ് ബുക്സ് ഇഷ്ടമല്ല, ഞാൻ അതിൻ്റെ തലയ്ക്കകത്തോട്ട് കേട്ടില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് ഇവർക്ക് മനസ്സിലാവും ഇപ്പം വായിക്കുമ്പോൾ. കാരണം അത്രയ്ക്കൊരു വില്ലൻ്റെ പെർസ്പെക്റ്റീവിൽ എഴുതുന്ന ടൈപ്പ് ഓഫ് ബുക്കുകളായിരിക്കും ആ സീരീസിലുള്ളത്. അവൾ അവിടെ നിന്ന് റൂമിൻ്റെ ചുറ്റും നോക്കുമ്പോൾ അവിടുത്തെ ക്ലോസറ്റിൻ്റെ അടുത്ത്, ക്ലോസറ്റ് എന്ന് വെച്ചാൽ കബോർഡില്ലേ, ആ കബോർഡിൻ്റെ അടുത്ത് ഇങ്ങനെ 5-6 കാർഡ് ബോർഡുകൾ ഇരിക്കുന്നതാണ്, ബോക്സുകൾ. അതിനകത്ത് ഇങ്ങനെ നിറച്ച് സ്ക്രിപ്റ്റുകളായിരിക്കും. ഇവളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് നോക്കുമ്പോൾ എന്താ നേരത്തെ ഇതേ സീരീസിൻ്റെ എന്താ എഡിറ്റോറിയൽ പോലെ ഫസ്റ്റ് നമ്മൾ എഴുതുന്ന സാധനമില്ലേ, അതിങ്ങനത്തുള്ളതായിരിക്കും കൂട്ടി വെച്ചേക്കുന്നത്. അങ്ങനെ 2-3 മാറ്റി ഒരു 5-6-ാമത്തതിനകത്ത് ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധനം കാണും, ഒരു ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞ സാധനം, സോ ബീറ്റ് എന്ന് പറഞ്ഞാൽ വെരിറ്റി ക്രഫോർഡിൻ്റെ തന്നെ. അവർക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് പേഴ്സണലായിട്ട് എന്തൊരു സാധനമാണെന്ന് മനസ്സിലാവും. പക്ഷേ ഈ റൈറ്ററിൻ്റെ പെർസ്പെക്റ്റീവ് അറിഞ്ഞാൽ ഇവർക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ഇത് റീറൈറ്റ് ചെയ്യാം അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാന്നുള്ളൊരു തോട്ടിൽ അവളത് ജസ്റ്റ് വായിക്കാനുള്ള രീതി ഇരിക്കും. അതിനകത്ത് ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ ജെറമിയും ഇവളും കണ്ടുമുട്ടുന്ന സാഹചര്യത്തെ പറ്റിയൊക്കെ. ഇവളിങ്ങനെ ഒരു ചാരിറ്റി ഇവൻറ്റിന് പോകുമായിരിക്കും, ഫുള്ള് റിച്ച് ആൾക്കാരായിരിക്കും, അതിൻ്റെ റിച്ച് പാർട്ടി വൈബായിരിക്കും. ഇവിടെ നല്ല അടിപൊളി ഒരു റെഡ് ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടായിരിക്കും പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഇവളെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഓസിന് കുറച്ച് കള്ളടിക്കുക, പിന്നെ അന്ന് രാത്രിയിലത്തേക്ക് ഒരാളെ ഒപ്പിക്കുക. അവിടെ ചെറുക്കുള്ള ജെറമീനെ കാണും. ജെറമി ഇങ്ങനെ വേറെല്ലായിട്ട് സംസാരിക്കും, പക്ഷേ ഈ നോട്ടെ കണ്ടിട്ട് നോക്കുന്ന ഇവൾ കാണുന്നുണ്ട്. എന്നിട്ട് അവർ ജെറമി ഒന്ന് ഇവളടുത്ത് സംസാരിക്കും, ഇവർ ഒരുമിച്ച് ആ പാർട്ടിയിൽ നിന്ന് ഇങ്ങനെ മുങ്ങും. എന്നിട്ട് ഒരു റിച്ച് കാറിൽ അവിടെ റിച്ച് കാറാണ്, അന്നേരം അതിൻ്റെ അകത്തോട്ടായിരിക്കും ഇവർ രണ്ടുപേരും പോകുന്നത്. എന്നിട്ട് ഇവിടെ നോക്കുമ്പോൾ എന്താ അവിടെ ഇങ്ങനെ 2 ഗ്ലാസ് വൈൻ കുടിച്ച ഗ്ലാസ് ഉണ്ട്, ഒരു വൈൻ ഗ്ലാസിനകത്ത് റെഡ് ലിപ്സ്റ്റിക് ഉണ്ട്. അപ്പോൾ ഇവളിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ഇവന് ഏത് പെണ്ണിൻ്റെ കൂടെ ആയിരിക്കും രാവിലെ ഇങ്ങോട്ട് വന്നത് വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളുടെ കൂടെ ആയിരിക്കും. പക്ഷേ ഞാനിതൊക്കെ അന്വേഷിക്കേണ്ട കാര്യം എന്താ, എനിക്ക് എൻ്റെ കാര്യമില്ലല്ലോ എന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ സംസാരിച്ച് വരുമ്പോൾ ഈ പുള്ളിക്കാരൻ പറയും ഇവൻ്റെ കാറല്ല, അവളെ ചുമ്മാ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി കയറിയാണ് ഇവൻ തന്നെ ഇവിടുത്തെ പറയും. സത്യം പറഞ്ഞാൽ പുള്ളിക്കാർക്ക് ഇവൻ്റെ ഹോണസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോഴത്തേന് ഇങ്ങനെ ആ കാറിൻ്റെ ശരിക്കുള്ള ഓണർ വരും. എന്നിട്ട് ഇവർ 2 ഒട്ടിച്ച് വിടും. ഇവർ എന്നിട്ട് 2 കൈയും പിടിച്ചിട്ട് ഇവൻ്റെ ഹോണ്ട സിവിക്ക് അവിടെ തന്നെ കാണും. ഇവർ 2 പേരും അവിടെ പോകും. അന്നത്തെ നൈറ്റ് ഒരുമിച്ചായിരിക്കും സ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഇവർ തമ്മിൽ സെറ്റ് ആവുന്നതാണ്. അത്രയും വായിച്ച് കഴിഞ്ഞിട്ട് ഇവൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അതായത് നമ്മുടെ ലോവൻ പുറത്തോട്ട് ഇറങ്ങി നോക്കുമ്പോൾ വേറിട്ട റൂമിൽ നിന്ന് ഒരു സൗണ്ട് കേൾക്കുന്നതാണ്. സൗണ്ട് കേൾക്കുന്ന ഇവളിങ്ങനെ ന്യൂസിൽ വായിച്ചിട്ടുണ്ട്, കോമിയിൽ കിടക്കുന്ന ആൾക്കാർ സെക്ഷലി ഹറാസ് ചെയ്യുന്ന ഹസ്ബൻഡ് ഉണ്ടെന്ന്. ഇവൾ ശരിക്കും പേടിച്ചിട്ടായിരിക്കും അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോൾ എന്താ ജെറമി ആ റൂമിൽ നിന്ന് ഇറങ്ങി വരും. അന്നേരം ഇവളോട് സംസാരിക്കും, പറയും ഇറ്റ്സ് ക്വൈറ്റ് നോയ്സി റൈറ്റ് എന്നിട്ട് പറയും അത് പുള്ളിക്കാരുടെ ബെഡിങ്ങനെ ടൈമർ അനുസരിച്ച് വർക്കാവുന്നത്, അതിങ്ങനെ പ്രഷർ പോയിന്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, ഇത്ര സമയത്തോളം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ഇങ്ങനെ പറയും. ഇവൾ അവിടെ നിന്ന് ചളിച്ച് ഒന്നും ഇല്ലാണ്ട് ആൾക്കാർക്ക് ഇരിക്കുന്നത് വെച്ചാൽ അവൻ കറക്റ്റ് ഇറങ്ങി വരുമ്പോൾ ഇവിടെ മുമ്പിൽ കാണുന്നത്. പക്ഷേ അവനത് വലിയ കാര്യമാക്കൂല. എന്നിട്ട് ഇങ്ങനെ അവർ 2 പേരോട് താഴെ ഇറങ്ങി വന്ന് ഇങ്ങനെ താഴെ പിസ്സ ഹീറ്റ് ചെയ്യാൻ വേണ്ടി മൈക്രോവേവിൽ വെക്കും. എന്നിട്ട് അവരിങ്ങനെ സംസാരിക്കുമായിരിക്കും. എന്താ ഇവളിങ്ങനെ ചോദിക്കും വെരിറ്റി ഇങ്ങനെ കണ്ടുപിട്ടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചോദിക്കും. സംഭവം സത്യം പറഞ്ഞാൽ ഓട്ടോബയോഗ്രഫി സത്യമാണോ അതോ അവൾ ഫിക്ഷനായിട്ട് എഴുതിയെന്നാണോ എന്ന് അറിയാൻ വേണ്ടി ചോദിക്കണേ. അപ്പോൾ പുള്ളിക്കാരൻ പറയും ഞാനിങ്ങനെ അവളെ കണ്ടത് ശരിക്കും ഒരു പാർട്ടിയിൽ വെച്ചാൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നല്ല ഭംഗിയാണ് അവളെ റെഡ് ഡ്രസ്സിൽ കാണാൻ. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് പുറത്തിറങ്ങി, പിന്നെ ഞങ്ങൾ പോയിരുന്ന ഒരു റിച്ച് കാറിലായിരുന്നു, ഞാൻ ശരിക്കും ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ചെയ്തത് എൻ്റെ ശരിക്കുള്ള കാറിൽ എന്ന് പറഞ്ഞാൽ ഇവനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്താൽ ആ പറയുന്ന സമയത്ത് അവൻ്റെ മുഖം കണ്ടിട്ട് ഇപ്പോൾ ശരിക്കും എന്താ പറയുക, ഇത്ര നേരം അവൾ കണ്ട ഒരാളല്ല, ഇത്ര നേരം അവൾ കണ്ട സ്ട്രെസ്ഡ് ആയിട്ടുള്ള, ഇത്ര നേരം അവൾ കണ്ട അത്ര ഡെസ്പെയർ ഉള്ള ഡിസപ്പോയിൻമെൻ്റ് ഉള്ള ഒരാളെ അല്ല അവൾ അത് സംസാരിക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ ശരിക്കും മനസ്സിലാവും അവൻ എക്സ്പീരിയൻസ് ചെയ്ത ആ ഒരു ലൈഫ്, ആ ലൈഫിൽ നിന്ന് അവൻ എങ്ങനെ ഈ പോയിന്റിൽ വരെ എത്തി എന്നുള്ളത് അറിയാൻ അവൾ ശരിക്കും ക്യൂരിയസ് ആവും. അവിടെ ഇരിക്കുമ്പോഴും അവൾക്ക് പോയി ഓട്ടോബയോഗ്രഫിയുടെ ബാക്കി വായിക്കണം എന്നുള്ളൊരു തോട്ടിലായി. ലോവൻ ഇങ്ങനെ ചോദിക്കും വെരിറ്റി എങ്ങനെ ഫെയിം ഹാൻഡിൽ ചെയ്തെന്ന് അങ്ങനെ ചോദിക്കുമ്പോൾ ആളെന്ന് പറയും എന്നെ പോലെ അല്ലായിരുന്നു അവൾ, അവൾക്ക് ഇതൊക്കെ കുറച്ചുകൂടി ഇഷ്ടമുള്ള കാര്യങ്ങളായിരുന്നു, ഫാൻ്റെ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഓഫ് ഒരു ഓത്തറായിരുന്നു അവൾ, എനിക്ക് പിന്നെയും കുട്ടികളെ കൂടി ഇരിക്കാനായിട്ട് ഇഷ്ടം. പിന്നെ അവനെ തിരുത്തിയിട്ട് പറയും ക്രൂ എന്ന് പറയും. അന്നത്തേനും അവളിങ്ങനെ ചോദിക്കും എനിക്കിപ്പോഴും അവരുടെ നഷ്ടം അംഗീകരിക്കാൻ പറ്റിയിട്ടില്ലല്ലേ, അമ്മ മരിച്ചപ്പോൾ ഞാനും ഇങ്ങനായിരുന്നു, എന്നും എണീച്ച് അമ്മയ്ക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് കഴിക്കാൻ അമ്മ എൻ്റെ കൂടെ ഇല്ലെന്നുള്ളത്. അപ്പോൾ ജെറമി ഇങ്ങനെ പറയാം ഞാൻ ശരിക്കും മിസ് ചെയ്യാനുണ്ടോ എൻ്റെ പിള്ളേരെ, ഹാർപ്പറിനെയും എൻ്റെ ചാസ്റ്റനെയും. അവരുടെ മെമ്മറീസ് ഇല്ലാത്ത പുതിയൊരു സ്ഥലത്തേക്ക് മാറി പുതിയൊരു ജീവിതം എന്നുള്ള രീതി തുടങ്ങിയാൽ കുറച്ചൊക്കെ ഇത് മാറുമായിരിക്കും ഇങ്ങനെ ലോകൻ ഇങ്ങനെ പറയും. അപ്പം അവനിങ്ങനെ പറയും ഹാർപ്പറിയെ ചാസ്റ്റനെയും ചിരിയില്ലാത്ത അവരുടെ മെമ്മറീസ് ഇല്ലാത്ത ഏത് ലോകത്താണെങ്കിലും എനിക്ക് അങ്ങോട്ട് പോകണ്ട. ആ പറഞ്ഞ് ശരിക്കും ലോവിന് കൊള്ളും. അവളിങ്ങനെ ജെറമിനെ നോക്കിയിട്ട് പറയും എനിക്ക് മനസ്സിലാവും എന്നാണ് ഇങ്ങനെ നോക്കും. അവർ തമ്മിൽ ഒരു ഐ കോൺടാക്ട്, ആ ഐ കോൺടാക്ട് തന്നെ ഒരു ടൈപ്പ് ഓഫ് ഐ കോൺടാക്ട് നമ്മളിങ്ങനെ ഫോഴ്സ്ഫുള്ളി മാറ്റേണ്ട ടൈപ്പ് ഓഫ് ഐ കോൺടാക്ട്, അതുപോലെ ഐ കോൺടാക്ട് ആയിരിക്കും. അപ്പോൾ എന്താ ഇവളിങ്ങനെ പെട്ടെന്ന് പ്ലേറ്റ് എടുത്തിട്ട് എനിക്ക് വർക്ക് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാൽ എണീച്ച് പോകും. ഇവനും പറയും എനിക്കും ഉണ്ട് എന്ന് പറഞ്ഞ് അവനും അവൻ്റെ പരിപാടിക്ക് പോകും. വെരിറ്റിയുടെ ഓട്ടോബയോഗ്രഫി എന്ന നെക്സ്റ്റ് ചാപ്റ്റർ തുടങ്ങുന്നത് വെരിറ്റി റിലേഷൻ ആയതിനു ശേഷമുള്ള കാര്യങ്ങൾ പറയുന്നത്. പുള്ളിക്കാരി എന്ന് പറഞ്ഞാൽ ജെറമി എന്ന് പറഞ്ഞാൽ
ഭ്രാന്തായിരിക്കും എന്ന് വെച്ചാൽ ജെറമിയുടെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്നത് അവന് നല്ല പച്ചക്കണ്ണ, നല്ല ബിഗ് ബ്ലാക്ക് ലാഷസ്, ഇവക്കെന്ന് പറഞ്ഞാൽ അവനില്ലാതെ പറ്റത്തില്ല എന്നുള്ള രീതിയായിരിക്കും. പക്ഷേ അവളെ പെർസ്പെക്റ്റീവ് അതിനകത്ത് ഇങ്ങനെ കറക്റ്റായിട്ട് ലൈൻ പറയുന്നത്, എ വുമൺ നോസ് ഇഫ് ഷീ വാണ്ട്സ് ടു കീപ്പ് എ മാൻ ഫോർ എവർ ഷീ ഹാസ് ടു ആക്ട് ലൈക്ക് ഷീ കുഡ് ഗെറ്റ് ഓവർ ഹിം ഇൻ എ ഡേ. എന്ന് വെച്ചാൽ പുള്ളിക്കാരി ഇവനെന്ന് പറഞ്ഞ് നടന്ന അവൻ ഇട്ടേച്ച് പോകുമോ എന്നുള്ള പേടി ഇവക്കുണ്ട്. അവൾ റെമഡിയായിട്ട് കണ്ടെത്തുന്ന ഒരു വഴിയാണ് ബുക്ക് റൈറ്റിംഗ്. ഇവനെ ഇമാജിൻ ചെയ്ത് ഇവൾ ഒരു ലെയിൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്യും. ഇവ മാറി നിൽക്കുമ്പോൾ എഴുതി തുടങ്ങിയ ഒരു സ്റ്റോറി, ഒരു ബുക്ക് കംപ്ലീറ്റ് ചെയ്യും അവൻ തിരിച്ചു വരുമ്പോഴത്തേന്. അന്നേരത്തേന് ഈ ബുക്ക് വായിച്ചിട്ടാണ് ജെറമി ഇവളെ പ്രപ്പോസ് ചെയ്യുന്നത്, മാരി മീ എന്ന് പറഞ്ഞ പ്രപ്പോസ് ചെയ്യുന്ന ബുക്ക് വായിച്ചിട്ട്. അങ്ങനെയാണ് അവൾ ബുക്ക് റൈറ്റ് ചെയ്യാൻ തുടങ്ങിയത്. പിറ്റേന്ന് എന്താ നമ്മുടെ നായിക വന്ന കാര്യം എഴുതാൻ വേണ്ടി ഇരിക്കുമായിരിക്കും. അപ്പോഴത്തേന് വേർട്ടിയുടെ ഓഫീസിലായിരിക്കും. അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഗ്ലാസ് ഡോർ, അതിൻ്റെ മുമ്പിൽ പോർച്ച് പോലെ ഒരു സെറ്റപ്പാണ്. വേർട്ടിനെ കൊണ്ട് മെയ്ഡ് അപ്പോഴത്തേന് അവിടോട്ട് വരും. ഇതൊക്കെ ക്ലിയർ ആയിട്ട് കാണാം. ഈ പുള്ളിക്കാരി ഇങ്ങനെ ഇരിക്കുമായിരിക്കും. അന്നേരം മെയ്ഡ് ഇങ്ങനെ സ്റ്റോറി വായിച്ചു കൊടുക്കുമായിരിക്കും. അന്നേരം ലോവൻ ഇങ്ങനെ ആലോചിക്കുക, ഇത് ശരിക്കും ഇവർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ, അവൾ ശരിക്കും അവളെ ഉള്ളിലുള്ള ആത്മാവിന് ജീവൻ കാണുമോ, ഇങ്ങനെ പൂട്ടിയിട്ട് നമുക്ക് ബോഡിയിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റാത്ത രീതി, ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതി ആ ബോഡിക്കകത്ത് വേർട്ടിയുടെ സോൾ ട്രാപ്പായിട്ട് കിടക്കുവാന്ന് തോന്നുന്നു. ജെറമിയുടെ അവസ്ഥ ആലോചിക്കുന്നുണ്ട്. എന്താ അയാൾക്ക് വീടുണ്ടായിരുന്നു, ഇപ്പോൾ അയാൾക്ക് വീട് ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷേ വീടാണോ അല്ല. ഭാര്യ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ ഭാര്യ ഉണ്ടോ ഇല്ല. ഒരാൾക്ക് എന്തോരം കാര്യങ്ങളാണ് സംഭവം. ഇതൊക്കെ ആലോചിച്ചിട്ട് ഇവളിങ്ങനെ നേരെ നോക്കുമ്പോഴത്തേനും ആ തള്ള ഇവളെ കറക്റ്റ് ഇങ്ങനെ കണ്ണു നോക്കി കറക്റ്റ് ഇവളെ നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഇവിടെ പേടിച്ചു പറഞ്ഞാൽ ഇല്ലാണ്ടാവും. അപ്പോഴത്തേനുണ്ട് മെയ്ഡ് സൈഡിൽ നിന്ന് എന്ന് വെച്ചാൽ വേർട്ടിനെ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇവരിങ്ങനെ ആ തല ഇവരുടെ നേരെ തിരിച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് അതുപോലെ കൊണ്ടുപോയി. ഇവളാണ് ഇവിടെ ചത്തില്ല എന്നുള്ള രീതിയിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ തന്നെ ഇവർക്കൊരു കോൾ വരും. എടുത്ത് നോക്കുമ്പോൾ റെൻ്റൽ ഹൗസിൽ നിന്നായിരിക്കും. ഇങ്ങനെ ഒരു അപ്പോയിൻമെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. താമസ വീടിൽ നിന്ന് മൂവൗട്ടായി. അപ്പോൾ വേറൊരു വീടിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്കാണ് ഈ ഓഫർ വരുന്നത്. അപ്പോൾ 2 ദിവസം ഇവിടെ നിന്ന് ഇവിടുത്തെ സാധനങ്ങൾ സോർട്ട് ചെയ്തിട്ട് വേറൊരു വീട്ടിലോട്ട് മാറാനുള്ള ഉദ്ദേശത്തിലായിരിക്കും ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ അവർ വിളിച്ചിട്ട് പറയും അത് ക്യാൻസലാക്കി, പേയ്മെൻറ്റ് വേറെ അടച്ചാൽ ഇനി കാര്യങ്ങൾ നടക്കും എന്നുള്ള രീതിയിൽ പറയും. അന്നേരം ഇവളിങ്ങനെ ചോദിക്കും, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ നടക്കുക, ഞാൻ ഇപ്പോൾ മൂവൗട്ടായി, ഞാൻ താമസ സ്ഥലത്ത് നിന്ന് മൂവൗട്ടായി, എനിക്ക് 2 ദിവസങ്ങളിൽ മാറി പറ്റും എന്നുള്ള രീതി പറയും. ജെറമി ഇത് കേട്ടോണ്ടായിരിക്കും കയറി. എന്നിട്ട് അവർക്ക് അവിടെ ചോദിക്കാൻ നിനക്ക് പൈസയുടെ ആവശ്യമുണ്ടോ, ഉണ്ടെങ്കിൽ ഞാൻ കടമായിട്ട് തരാം എന്നിങ്ങനെ പറയും. അന്നത്തേന് അവൾ പറയും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. എന്നാൽ അത് പോട്ടെ, നിനക്ക് വേണ്ടുന്നത്ര സമയം നീ ഇവിടെ നിന്നോ, ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല, നീ ചെയ്യുന്ന വർക്ക് ഞങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് പറയുന്നതെന്ന് പറഞ്ഞിങ്ങനെ പറയും. ഉള്ളത് പറഞ്ഞാൽ ഇവക്ക് അതൊന്നുമല്ല പ്രശ്നം. അവിടെ ആണേ പേടിപ്പിക്കുന്ന ഒരു പെണ്ണുമ്പിള്ള. അപ്പോഴൊക്കെ അവൾക്ക് ഇഷ്ടം തോന്നിപ്പോകുന്ന ആ പെണ്ണുമ്പിള്ളയെ കിട്ടിയോ. പിന്നെ അവൾ വായിച്ചു വിടാൻ പാടില്ലാത്ത ഒരു ഓട്ടോബയോഗ്രഫി. ഇതൊക്കെ കൊണ്ടാണ് അവളോട് ഇറങ്ങി ഓടണമെന്ന് വിചാരിക്കുന്നത്. പക്ഷേ ജെറമിയുടെ നിർബന്ധത്തിന് വേണ്ടിയിട്ട് അവൾ അവിടെ തന്നെ നിൽക്കും. ഒരു പോർച്ച് സെറ്റപ്പ് അവൾ കൊണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ മുകളിൽ നിന്ന് നോക്കുന്ന സെറ്റപ്പ്. അന്നേരം അവളിങ്ങനെ അവിടെ നിന്ന് നോക്കുമ്പോൾ ക്രൂവും അവളെ ജെറമിയോട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ സത്യം പറഞ്ഞാൽ ഈ അപ്പനും മുന്നും തമ്മിൽ ഇൻട്രാക്ഷൻ ഭയങ്കര ക്യൂട്ടാണ് വായിക്കാൻ. ഇവരിങ്ങനെ എന്തോ തടി അപ്പുറത്തോട്ട് മാറ്റുന്ന എന്തോ പരിപാടിയാണ് ചെയ്യുന്നത്. ഇവൻ തന്നെ ചെയ്ത ഒരു പെട്ടെന്ന് നടക്കുന്ന കാര്യമാണ്. ഈ കുഞ്ഞ് പോയി അവിടെ നിന്ന് ചെറിയ കഷണമായിട്ട് കൊണ്ടുവന്ന് അപ്പൻ്റെ കൈ കൊടുക്കും. അപ്പൻ അവിടെ നിന്ന് വെട്ടി മുറിക്കും. പിന്നെയും കുഞ്ഞിങ്ങനെ ഈ കുഞ്ഞിനെ നോക്കി നിൽക്കും. അപ്പൻ ഇങ്ങനെ വരുന്നതും കാത്ത് അതിന് ഇവളിങ്ങനെ അവരെ നോക്കി നിൽക്കുകയായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ക്രൂ ഇങ്ങനെ മുകളിലോട്ട് നോക്കിയിട്ട് ടാറ്റ കാണിക്കും. അപ്പോൾ ഇവളും തിരിച്ച് ടാറ്റ കാണിക്കും. പക്ഷേ സൂക്ഷിച്ച് നോക്കുമ്പോൾ ക്രൂ ഇവളെ അല്ല നോക്കുന്നത്, ഇവളെ മുകളിലോട്ടാണ് നോക്കുന്നത്. ഇവളെ മുകളിലത്തെ റൂമിൽ വേറിട്ടിയുടെ റൂമാണ്. ഇവൾ കറക്റ്റ് മുകളിലോട്ട് നോക്കുമ്പോൾ കട്ട ഇങ്ങനെ ചെറുതായിട്ട് അനങ്ങുന്നതാണ്. ശരിക്കും പേടിക്കും. പക്ഷേ ഇവിടെ പോയി നോക്കാൻ തന്നെ തീരുമാനിക്കുന്നത് വേറിട്ടിയുടെ റൂമിലോട്ട് ചെല്ലും. വേറിട്ടിയുടെ റൂമിൽ ചെല്ലുമ്പോൾ എന്തോ ഫാൻ കറങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ കട്ട മൂവ് ചെയ്ത് ഇവളൊക്കെ ആകെ ഒരു സമാധാനവും. പക്ഷേ ഇറങ്ങാൻ നേരത്തെ അവളിങ്ങനെ ശ്രദ്ധിക്കും. ടിവിയുടെ റിമോട്ട് ആംറസ്റ്റിലായിരിക്കുന്നത്. ആൻഡ് ഇവളെ മെയ്ഡ് ഇറങ്ങി പോകാൻ നേരത്തെ ഇവളടുത്ത് പറഞ്ഞതുവാ TV ഓഫ് ആക്കിക്കണേ ഇങ്ങനെ പറഞ്ഞായിരുന്നു. ഇപ്പോൾ പക്ഷേ നോക്കുമ്പോൾ TV ഓഫാണ്. ഇവൾ ശരിക്കും കൺഫ്യൂസ് ആയിട്ട് നിൽക്കുമായിരിക്കും. ഈ വീട്ടിൽ ഏറ്റവും ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരാളെയാണ് ഇവൾ ഏറ്റവും പേടിക്കുന്നത്. മാറാനൊറ്റ വഴിയുള്ളൂ. അവളെ പറ്റി കൂടുതൽ അറിയാം. അവൾ പിന്നെ മാനുസ്ക്രിപ്റ്റ് വായിക്കാൻ വേണ്ടി പോകും. പിന്നീട് അതിനകത്ത് പറയുന്നത് ഇവൾ പ്രഗ്നൻ്റ് ആവുന്ന ടൈമിനെ പറ്റി. അവൾ പ്രഗ്നൻ്റ് ആവുന്നതെന്ന് പറഞ്ഞാൽ ഇവൾ പ്രഗ്നൻ്റ് ആവുന്ന ടൈം ഇവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം അവൾ മദർ ആവാൻ പോകുന്നതുകൊണ്ടല്ല, ജെറമിക്ക് ഇവൾ മദർ ആവുന്നതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരിക്കും. അത് കണ്ടിട്ട് ഇവർക്ക് സന്തോഷം തോന്നും. ഒരു 3-4 മന്തൊക്കെ ആകുമ്പോഴത്തേന് ഇവളെ വയറിലിങ്ങനെ അറിയാൻ പറ്റില്ല കുഞ്ഞിങ്ങനെ വരുന്നത്. അന്നേരത്തേന് ഇവളിങ്ങനെ വയറിലിങ്ങനെ തൊട്ടുകൊണ്ടിരിക്കുന്ന ജെറമി കാണും. ജെറമി കണ്ടിട്ട് പറയും, ഓ കുഞ്ഞ് വരുന്നത് കാണാൻ തുടങ്ങിയല്ലേ എന്ന് പറഞ്ഞിങ്ങനെ നോക്കുവളെ. പക്ഷേ ഇവർക്ക് ശരിക്കും അതിൽ സങ്കടമാണ് തോന്നുന്നത്. ഇവൾ ഇത്രയും നാളും എന്താ ദിവസത്തിൽ 2 വട്ടം വർക്കൗട്ട് ചെയ്യാൻ പോകും. അങ്ങനെ ബോഡി അത്രയും മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്. അപ്പം പ്രഗ്നൻസി കാരണം ഇവളെ ബോഡി റപ്ചർ ആവും. അങ്ങനെയൊക്കെയുള്ള തോട്ടുകളാണ് ഇവർക്ക് വരുന്നത്. അല്ലാണ്ട് ഇവർക്ക് കുഞ്ഞിനോടൊരു സ്നേഹം അങ്ങനെയൊന്നും തോന്നുന്നതായിട്ടില്ല. എന്നിട്ട് ജെറമിക്ക് ഈ കുഞ്ഞിനടുത്ത് കൂടുതൽ സ്നേഹം, വളർന്നതിൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടുതൽ സ്നേഹം കാണിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് ഒരു ദിവസം ഇവളിങ്ങനെ ഇരിക്കുമ്പം ജെറമീൻ്റെ അടുത്ത് ചോദിക്കും, എന്നെയാണോ ഈ കുഞ്ഞുങ്ങളാണോ എനിക്ക് ഇഷ്ടം എന്ന് ചോദിക്കും. പറയും ഉറപ്പായിട്ട് എൻ്റെ ബേബി ഗേൾസിന് എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞു. ഇവനിങ്ങനെ ഭയങ്കര പ്രൗഡായിട്ട് പറയാം. പക്ഷേ ഇവർക്ക് അത് ഭയങ്കര ഡിസപ്പോയിൻമെൻറ്റാണ് ഉണ്ടാക്കുന്നത്. 5-ാമത്തെ മാസമൊക്കെ ആകുമ്പോഴത്തേന് പുള്ളിക്കാരെ അബോർഷൻ ചെയ്യാൻ നോക്കും. ഇത് ഒട്ടും പറ്റാഞ്ഞിട്ട് എന്താ വൈൻ കുടിക്കാൻ നോക്കും, സ്ലീപ്പിംഗ് പിൽസ് വാരി കഴിക്കാൻ നോക്കും. എന്നിട്ട് ഒരു ദിവസം ഇവളിത് വീണ്ടും ചോദിക്കും. എന്നിട്ട് ഇവനിങ്ങനെ പറയും, എൻ്റെ ബേബി ഗേൾസാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നത് ഒന്നും സഹിക്കത്തില്ല ഇവർക്ക്. എന്നിട്ട് ഒരു ദിവസം ഇങ്ങനെ ബെഡിൽ ഇവർ കിടക്കുന്ന സമയത്ത് ഇവൾ ഇറങ്ങി പോയിട്ട് ബാത്റൂമിൽ ചെന്നിട്ട് ഹാങ്ങർ ഉപയോഗിച്ചിട്ട് അബോർഷൻ ചെയ്യാൻ നോക്കും. എന്നിട്ട് പക്ഷെ ഒന്നും നടക്കത്തൊന്നുമില്ല. ഇവർക്ക് ഡെലിവറി ആകുമ്പം 2 പെൺകുഞ്ഞുങ്ങളായിരിക്കും. എന്താ ഹാർപ്പർ, ചാസ്റ്റൻ എന്ന് പറഞ്ഞ 2 പിള്ളേരായിരിക്കും. ഹാർപ്പറിൻ്റെ മുഖത്ത് ഇങ്ങനെ ഒരു സ്കാർ പോലെ കാണും ചീക്കിൻ്റെ സൈഡിൽ. അപ്പോൾ ഇവളിങ്ങനെ പേടിച്ചിരിക്കുമായിരിക്കും. ഡോക്ടർ വരുമ്പോൾ എന്ത് കാരണമാണെന്ന് പറഞ്ഞാൽ അവളെ പ്രശ്നമല്ലേ. അപ്പോൾ അത് പറഞ്ഞിങ്ങനെ പേടിച്ചിരിക്കുമായിരിക്കും. ഇതെല്ലാവരും വായിച്ചിട്ട് നമ്മുടെ പെണ്ണിന് ഭ്രാന്ത് വരുന്നത്. അവൾ താഴെ കുറച്ച് വെള്ളം കുടിക്കാനുള്ള രീതി താഴ്ത്ത് വരുമായിരിക്കും. അന്നത്തേന് ക്രൂ അപ്പനും കളിയെല്ലാം കഴിഞ്ഞ് അകത്ത് കയറും. ക്രൂ ഇങ്ങനെ ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് ചെറുപ്പം ഇവളിങ്ങനെ അവിടെ നോക്കുമ്പോൾ ഫ്രെയിം ചെയ്ത ഫോട്ടോസാണ് ജെറമീൻ്റെയും വെറൈറ്റിൻ്റെയും പിന്നെ പിള്ളേരുടെയും. അപ്പോൾ ഹാർപ്പറിൻ്റെയും ചാസ്റ്റിൻ്റെയും ഫോട്ടോ അവിടെ കാണും. അവളത് ശ്രദ്ധിക്കും. അന്നത്തേന് ഹാർപ്പറിൻ്റെ ഈ അവിടെ ഒരു മുഖത്തൊരു സ്കാറാണ്. അതാണ് ഇവർക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ്. എന്നിട്ട് ഇവ പക്ഷേ ഈ ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിക്കും എന്തോ പറ്റിയതായതെന്ന് പറഞ്ഞ് ചോദിക്കും. എന്നിട്ട് പറയും അവർ ട്വിൻസ് അല്ലായിരുന്നു. അപ്പം ഗർഭപാത്രത്തിൽ തന്നെ ഉണ്ടായത് ഫൈബ്രസ് ടിഷ്യൂ ഇടുങ്ങിയത് കാരണം സ്പേസ് കുറവുണ്ടായതുകൊണ്ട് വന്നതാണ് ഡോക്ടർ പറഞ്ഞു എന്ന് പറയുന്നതും. ഇവളെ കയ്യിലൊരു സ്കാർ അന്നേരം ജെറമി ശ്രദ്ധിക്കും. എന്നിട്ട് അവളെ കയ്യിൽ ഇങ്ങനെ തൊട്ടിട്ട് ചോദിക്കും ഇതെന്തോ പറ്റിയതാണെന്ന് പറഞ്ഞ് ചോദിക്കും. പക്ഷേ
ഇവൻ തൊടുമ്പോൾ ശരിക്കും അവിടെ പൊള്ളുന്ന പോലെ ഇവൾക്ക് തോന്നും, ഭയങ്കര സെൻസിറ്റീവായിട്ട് തോന്നും. അന്നേരം ഇവളുടനെ കൈ വലിച്ചിട്ട് പറയും അതൊന്നുമില്ല കൊച്ചുനാളിൽ പറ്റിയാന്ന് പറഞ്ഞ് കൈ പെട്ടെന്ന് വലിക്കും. ആ ഒരു പോയിന്റ് അവൾക്ക് ശരിക്കും മനസ്സിലാവും അവൾക്ക് അവൻ്റെ അടുത്ത് ക്രഷ് ഉണ്ടെന്ന്. ആൻഡ് കർമ്മ ഹിറ്റ് ചെയ്യുന്ന പോലെ അവൾക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ ഒരിക്കലും ഒരു പോസിബിലിറ്റി ഇല്ലാത്തൊരു റിലേഷൻഷിപ്പ്. അവൻ്റെ വൈഫിന് വേണ്ടി ഫുൾ ലൈഫ് ഡിവോട്ട് ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന ഒരു ഹസ്ബൻഡ്. ഇതും പറഞ്ഞ് അങ്ങോട്ട് കയറി ചെന്ന് കൊടുത്താലും മതി, നല്ല ചെയ്യലായിരിക്കും നമ്മളിങ്ങനെ ആലോചിക്കും ചെയ്യും. പിറ്റേന്ന് രാവിലെ അവളിങ്ങനെ തലവേദന എടുത്തിട്ട് താഴത്തെ റൂമിൽ ഇങ്ങനെ മെഡിസിൻ നോക്കുമായിരിക്കും. അപ്പോഴുണ്ട് മോളിൽ നിന്ന് ക്രൂവിൻ്റെ നല്ല കരച്ചിൽ വെക്കുന്നത്, അതും വേറിട്ടിയുടെ റൂമിൽ നിന്ന്. ഇവിടെ ഓടിച്ചെന്ന് നോക്കും. ഇവിടെ ഓടിച്ചെന്ന് നോക്കുമ്പോൾ അവൻ ബെഡിൽ നിന്ന് താഴെ വീണ് കുഞ്ഞ്. അവൻ്റെ കയ്യിലൊരു കത്രികയുണ്ട്, താഴെ അടുത്തൊരു കത്തിയും കിടപ്പുണ്ട്. അവളിങ്ങനെ ചോദിക്കും എന്ത് പറ്റിയതാ മോനെ, എന്ത് പറ്റിയതാണെന്ന് ചോദിക്കുമ്പോൾ അവൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുക അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞതാ കത്തി വെച്ച് കളിക്കില്ലെന്ന് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞാന്നിങ്ങനെ പറയും. ഇവളത് കേട്ട് ഞെട്ടിക്കിളി പോയിരിക്കും. അപ്പോഴത്തേനും ജെറമി താഴെ നിന്ന് വിളിച്ചുകൊണ്ട് ക്രൂ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരും. എന്നിട്ട് അവൻ വന്ന് നോക്കുമ്പോൾ ഇവൻ ചോര ഒലിപ്പിച്ച് നിൽക്കുക, താടി മൊത്തം ചോര ഒലിപ്പിച്ച് നിൽക്കുക. എന്നിട്ട് ഇവനെ എടുത്തിട്ട് കുഞ്ഞിനടുത്ത് എന്ത് പറ്റി തന്നെ എന്ത് ചെയ്താന്ന് പറഞ്ഞാൽ ചോദിക്കുമ്പോൾ അവൾ പറയും കുഞ്ഞ് എനിക്ക് തോന്നുന്നു ബെഡിൽ നിന്ന് വീണ കത്രിക കയ്യിലുണ്ടായിരുന്നെന്ന് തോന്നുന്നു, അപ്പോൾ അത് ചിന്നിൽ തട്ടി മുറിഞ്ഞാന്ന് പറഞ്ഞു. അന്നേരത്തിന് അവൻ എന്താ കുഞ്ഞിനെ എടുത്ത് വാഷ്റൂമിലോട്ട് പോയിട്ട് ബാൻഡേഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അന്നേരത്തേന് ലോവൻ ഇങ്ങനെ അവിടെ വന്നിട്ട് ചോദിക്കുക ആരും അവിടെ കത്തി കൊണ്ടിട്ട് കുഞ്ഞിൻ്റെ എല്ലാവരും കത്തി കൊടുത്തതെന്ന് ഇങ്ങനെ ചോദിക്കാം. എന്നിട്ട് അവൻ പറയും കത്തി വരാൻ സാധ്യതയില്ലല്ലോ, അങ്ങനെ ഉണ്ടെങ്കിൽ എടുത്തോണ്ടെങ്കിൽ പോരെന്ന് പറയും. അന്നേരത്തിന് അവൾ ചെന്ന് നോക്കുമ്പോഴുണ്ട് കത്തി അവിടെ ഇല്ല. അവൾ കണ്ട കത്തി അവിടെ ഇല്ല. ഇവൾ വിചാരിക്കും ഇങ്ങനെ കാല് തട്ടിയിട്ടല്ലോ അകത്തോട്ട് പോയായിരിക്കും, അങ്ങനെ കട്ടിലിൻ്റെ അടിയിലോട്ട് ചെന്ന് നോക്കും. അന്നേരം അവിടെ ഒന്നുമില്ല. ഇവൾ കൈ കുത്തി കട്ടിലിങ്ങനെ കൈ കുത്തി ഇങ്ങനെ തല നേരെ നോക്കുമ്പോഴുണ്ട് വീട്ടിൽ ഇവളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇവൾ പെട്ടെന്ന് പേടിച്ച് മാറി പുറകോട്ട് ഇങ്ങനെ മാറി ശ്വാസം കിട്ടാണ്ട് അവിടെ ഇരിക്കുമായിരിക്കും. എന്നിട്ട് പിന്നെ അവൾ അവിടെ നിന്ന് എണീച്ച് പോയിട്ട് സംഭവം അവൻ്റെ അടുത്ത് പോയി പറയാം അവിടെ കാണുന്നില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് അവൾ ഓഫീസിലോട്ട് കയറിപ്പോൾ മൊത്തത്തിൽ ഇവൾക്ക് ആകെ തലയ്ക്കൊരു അന്തരിച്ചിരിക്കുകയായിരിക്കും. എന്നിട്ട് പിന്നെ മാനസ്ക്രിപ്റ്റിൻ്റെ ബാക്കി വായിക്കാൻ വേണ്ടി അതിനകത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ കുഞ്ഞ് ജനിച്ചതിന് ശേഷം എനിക്കൊരു സമാധാനം ഉണ്ടായിട്ടില്ല. ഇവർ രണ്ടുപേരുള്ള കാരണം എപ്പോഴും കിടന്ന് കാർച്ചകളും അലച്ചിൽ ഉറക്കമില്ലായ്മ ഇതൊക്കെ തന്നെ. ജെറമി എത്ര കൂടെ നിൽക്കുമെന്ന് പറഞ്ഞാലും ഒരാളെ നോക്കുമ്പോൾ മറ്റേ ആളെ എന്തോ ഞാൻ നോക്കിയേ പറ്റൂ. പിന്നെ എനിക്ക് സമാധാനം കിട്ടാൻ തുടങ്ങിയ ജെറമി ജോലിക്ക് പോയാലും പിന്നെ ജെറമി രാവിലെ ജോലിക്ക് പോകുമ്പോൾ ഞാൻ ഇങ്ങനെ രാവിലെ എണീച്ച് ഭയങ്കര കെയർ ചെയ്യുന്ന പോലെ കുഞ്ഞിന് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കും, അങ്ങനെയൊക്കെ നിൽക്കും. എന്നിട്ട് ജെറമി പോയി കഴിഞ്ഞാൽ ഞാൻ ഇവനെ കൊണ്ടുവന്ന് തൊട്ടിൽ കിടത്തും. ഞാൻ അപ്പുറത്തെ റൂമിൽ പോയി എന്താ ഹെഡ്ഫോണും വെച്ച് എൻ്റെ പരിപാടി ചെയ്യും, വീഡിയോ കാണും, എനിക്ക് വേണ്ട ബുക്കുകൾ ബാക്കി റൈറ്റ് ചെയ്യാനോ ചെയ്ത് തീർക്കും. ഒരു അവസാനം ഇവർ കരഞ്ഞ് തളർന്ന് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേന് ജെറമി വരാൻ നേരമൊക്കെ ആകുമ്പോഴത്തേന് ഇവർ നല്ല തളർന്നായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ ഫുഡ് കൊടുത്തിട്ട് കിടത്തി ഉറക്കി കളയും. അപ്പോൾ പിന്നെ നല്ല ക്ഷീണമുള്ളതുകൊണ്ട് നല്ലോണം കിടന്ന് ഉറങ്ങുകയും ചെയ്യും. പിന്നെ രാവിലെ എണീച്ച് ഇത് തന്നെ ചെയ്യും. ഇങ്ങനെയാണ് അവൾ എഴുതി വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ ഒരു ദിവസം കിടക്കുമ്പോൾ ഇവിടെ സ്വപ്നം കാണും. ഹാർപ്പർ എന്ന് പറഞ്ഞ കുട്ടി, സ്കാറുള്ള കുട്ടി, ചാസ്റ്റിനെ ഇങ്ങനെ കഴുത്തിൽ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന പോലെ ഇവർക്ക് തോന്നും. എന്നിട്ട് സ്വപ്നം കാണും. എന്നിട്ട് ഇത് കണ്ടിട്ട് ഇവിടെ എണീച്ചിട്ട് ഭയങ്കര ഇമോഷണലായിട്ട് ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങും. എന്നിട്ട് ജെറമി വന്ന് സമാധാനിപ്പിക്കും, കുറച്ച് ഓക്കെ ആവും. എന്നിട്ട് ജെറമി കിടന്നുറങ്ങി കഴിഞ്ഞിട്ട് ഇവർ ഈ കുഞ്ഞിൻ്റെ അടുത്തോട്ട് വരും. കുഞ്ഞിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ ചാസ്റ്റിനെ കാണുമ്പോൾ കുറച്ച് സമാധാനം ഇട്ടോളിനായിരിക്കും. എൻ്റെ മദർലി മൊമെൻറ്റ് ഇതായിരിക്കും, അറ്റ്ലീസ്റ്റ് എനിക്ക് ചാസ്റ്റിനോട് ഇങ്ങനെ സ്നേഹം തോന്നുന്നുണ്ടല്ലോ എന്ന് ഇങ്ങനെ കരുതും. എന്നിട്ട് ഇവിടെ ഹാർപ്പറിൻ്റെ അടുത്തോട്ട് നടക്കും. ഹാർപ്പറിൻ്റെ അടുത്തോട്ട് നടന്നിട്ട് ഇവിടെ 2 വിരലെടുത്ത് ഈ കുഞ്ഞിൻ്റെ അണ്ണാക്കിലോട്ട് എടുത്തിട്ട് ഇവിടെ കുഞ്ഞിനെ ശ്വാസം മുട്ടിക്കും. ശ്വാസം മുട്ടിക്കാന്ന് പറഞ്ഞാൽ ഇവളെ മനസ്സിൽ എന്തോന്ന് അറിയാം. അപ്പം ഇവൾ ചിന്തിക്കുന്നത് മറ്റേ കുഞ്ഞിനെ ഞാൻ രക്ഷിക്കുകയാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എന്നുള്ളൊരു തോട്ട് അത് അതിനകത്ത് കറക്റ്റ് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ഇവളിങ്ങനെ ശ്വാസം മുട്ടിയ കുഞ്ഞിനെ കിടന്ന് പെടയുക. എന്നിട്ട് ലാസ്റ്റ് ആയപ്പോഴത്തേന് കൈ സ്റ്റിഫനായി. ഭർത്താവ് കയറി വരും, ജെറമി കയറി വരുമ്പോഴത്തേന് കുഞ്ഞ് എന്ത് പറ്റിയെന്ന് അങ്ങനെ കയറി വരുമ്പോഴത്തേന് ഇവിടെ ഉടനെ കുഞ്ഞിനെ എടുത്ത് ഇങ്ങനെ നെഞ്ചത്തോട്ട് വെക്കും. ഈ കുഞ്ഞ് കിടന്ന് ശ്വാസം എടുക്കുന്ന അപ്പൻ അറിയാലോ, അതിന് വേണ്ടി ഇങ്ങനെ എടുത്ത് വെക്കും. എന്നിട്ട് കുഞ്ഞാണ് ശ്വാസം കിട്ടി കഴിയുമ്പോൾ കുഞ്ഞ് കിടന്ന് അല്ലറി കരയാൻ തുടങ്ങും. അപ്പോഴത്തേന് ജെറമി ഇങ്ങനെ ഇവളെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ മേടിച്ച് ഇങ്ങനെ പാടി ഇങ്ങനെ ഓക്കെ ആക്കി കിടത്തി ഉറക്കും. അപ്പോഴാണ് ഇവൾ ഓർക്കുന്ന ബേബിയുടെ മോണിറ്റർ ഉണ്ടല്ലോ, മോണിറ്റർ വീഡിയോ ഇവിടെ ബെഡ്റൂമിൻ്റെ അടുത്തുണ്ട്. ഇങ്ങനെ ആലോചിക്കും ചെയ്ത് ദൈവമേ ഇതിനിപ്പോൾ അവൻ കണ്ടു കാണുമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ അവൻ ഇതൊന്നും കാണത്തില്ല. ഇത് വായിച്ചിട്ട് ലോവൻ എന്ന് പറഞ്ഞാൽ ട്രോമറ്റൈസ്ഡ് ആയിപ്പോവും. എങ്ങനെ ഈ ഒരു അമ്മയ്ക്ക് ഇങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് ഇവളിങ്ങനെ വിചാരിക്കുമായിരിക്കും. ഇവൾ പിന്നെ ഓട്ടോബയോഗ്രഫിയുടെ വഴിയിലോട്ടേ പോയിട്ടില്ല. എന്ന് വെച്ചാൽ മറ്റവൾ എന്തൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുള്ള കാര്യം അവൾക്ക് ഇനി വായിക്കാനുള്ളൊരു ധൈര്യം ഇല്ലൊരു ത്രാണി ഇല്ലായിരിക്കും. അപ്പോൾ എന്താ ഇവൾ എങ്ങനെയെങ്കിലും ചെയ്യും, വന്ന വർക്ക് ചെയ്തെടുത്തിട്ട് ഓടാനുള്ള രീതിയിൽ സീരീസിൻ്റെ ബാക്കി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാത്രി കിടന്നിട്ട് ഞെട്ടിയായിരിക്കും ഇവിടെ എണീച്ചിട്ട് മുകളിലോട്ട് നോക്കുമ്പം ഇവളെ സാധാരണ കിടക്കുന്ന സ്ഥലത്ത് സീലിംഗ് അല്ലത് തന്നെയല്ല, ഇവളെ കിടക്കുന്ന ബെഡിന് ഇങ്ങനെ എന്തോ ഇങ്ങനെ കുലുക്കമുണ്ട്. ടൈമിനനുസരിച്ച് അതിങ്ങനെ പൊസിഷൻ മാറ്റുന്ന പോലെ. ഇവൾ ആവല്ലേ ഇങ്ങനെ പ്രാർത്ഥിച്ച് കണ്ണുറന്ന് നോക്കുമ്പോഴുണ്ട് ഇവൾ കിടക്കുന്ന വേരിറ്റിയുടെ റൂമിലാണ്, അതും വേരിറ്റിയുടെ ബെഡിൽ.